പുന്നമടയിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധി സുജു ടി ബാബു കൂടി ചേരുകയാണ്. സുജു, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? മാസ്റ്ററിൽ ഉൾപ്പെടെയുള്ള ചടങ്ങുകളൊക്കെ തന്നെ പൂർത്തീകരിച്ചു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആര്യ, നെഹ്റു ട്രോഫിയുടെ 22ാമത് നെഹ്റു ട്രോഫിയുടെ ചുണ്ടൻ വള്ളങ്ങളുടെ മത്സരം അല്പസമയത്തുള്ളിൽ തന്നെ ആരംഭിക്കും. ഇപ്പോൾ വിശിഷ്ടാതിഥികളെ പരിചയപ്പെട്ട ശേഷം തിരികെ സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് ചുണ്ടൻ വള്ളങ്ങൾ പോകുന്നതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത്തവണയും ഏറ്റവും ശ്രദ്ധേയമായ ചോദ്യം, ഏത് ചുണ്ടൻ വള്ളം നെഹ്റു ട്രോഫിയിൽ മുത്തമിടും? വെള്ളിക്കപ്പിൽ ഏത് ചുണ്ടൻ വള്ളമായിരിക്കും മുത്തമിടുന്നുള്ള ചോദ്യം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതിനായി തന്നെയാണ് കേരളമാകെ കാത്തിരിക്കുന്നത്. 2025 വിയപുരം ചുണ്ടൻ കൈനഗിരി വില്ലേജ് സ്പോർട്സ് ക്ലബ്ബ് തുടങ്ങിയ വിയപുരം ചുണ്ടനാണ് മുത്തമിട്ടെങ്കിൽ 2024 കാരിച്ചാൽ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ്, 2023 വിയപുരം പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ്. അങ്ങനെ കഴിഞ്ഞകാല ചരിത്രങ്ങൾ നോക്കിയാൽ ആരായിരിക്കുമെന്ന കാര്യത്തിൽ വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. സനോജ് സൂചിപ്പിച്ച പോലെ തന്നെ എല്ലാ ബോട്ട് ക്ലബ്ബുകളും അതുപോലെ ചുണ്ടൻ വള്ളങ്ങളും വലിയ തയ്യാറെടുപ്പോടെ 40 ദിവസത്തിലധികം നീണ്ടിരുന്ന പരിശീലനത്തിനൊടുവിലാണ് ഈ ചുണ്ടൻ വള്ളങ്ങളെല്ലാം തന്നെ മത്സരത്തിനായി എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് വലിയ ആത്മവിശ്വാസത്തിലാണ് ഓരോ ബോട്ട് ക്ലബ്ബുകളും ചുണ്ടൻ വള്ളങ്ങളും അതിൻ്റെ ആരാധകരും എല്ലാം തന്നെ. വനോളം ആവേശമാണ് പുന്നമടക്കായലിൽ ഇപ്പോൾ ഉള്ളത്. നമുക്കറിയാം 72ാമത്തെ നെഹ്റു ട്രോഫി വള്ളംകളിയാണ് നടക്കുന്നത്. 1952 നെഹ്റു കേരളം സന്ദർശിച്ചപ്പോൾ ഈ പുന്നമടക്കായലിലെത്തിയും വള്ളംകളി സന്ദർശിക്കുകയും കാണുകയും ചെയ്തു. അന്ന് ആവേശത്താൽ നടുംഭാഗം ചുണ്ടനിൽ ചാടിക്കേറിയ കാഴ്ചയുണ്ട്. അന്ന് കണ്ട അതേ ആവേശവും കാര്യമൊക്കെ തന്നെയാണ് ഇപ്പോഴും ഇവിടെയെല്ലാം തുടരുന്നത് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അത്രയധികം ആവേശം ഇപ്പോഴും തുടരുകയാണ്. ഇത്തവണയും വേണ്ടേ ആളുകൾക്ക് ഓരോരുത്തരും നമ്മുടെ ഫാൻസ് പറയുവാണ്. ആരാ മേടിക്കും? പുതിയ വള്ളമാണ്, പുതിയ വള്ളം തീർത്തടിച്ചിരിക്കും. ആരാ മേടിക്കും? അടിച്ചിരിക്കും, അടിക്കും, ഉറപ്പായിട്ട് അടിക്കും. ആത്മവിശ്വാസം പല ആളുകളും പങ്കുവെക്കുന്നു. അവർ ആരോമ ചുണ്ടൻ വള്ളം അടിക്കുമെന്നാണ്, അല്ലെങ്കിൽ ആരോമ അടിക്കുമെന്നാണ് അവർ പങ്കുവെക്കുന്ന അഭിപ്രായം. അങ്ങനെ ഓരോ ആളുകൾക്കും അവരവരുടെ പ്രതീക്ഷകൾ പങ്കുവെക്കുകയാണ്. എന്തായാലും ചുണ്ടൻ വള്ളങ്ങളുടെ മത്സരം അല്പസമയത്തുള്ളിൽ തന്നെ ഹീറ്റ് മത്സരങ്ങൾ ആരംഭിക്കും. അതിനായുള്ള തയ്യാറെടുപ്പുകളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ഈ വള്ളംകളിയെ സംബന്ധിച്ചോളം, കുട്ടനാട്ടുകാരെ സംബന്ധിച്ചോളം അവരുടെ ഒളിമ്പിക്സ് ആണ്. അതായത് പുന്നമടക്കായലിലെ ഒളിമ്പിക്സ് തന്നെ പറയാൻ സാധിക്കും. ഈ നെഹ്റു ട്രോഫി അത്രയധികം ആവേശത്തിലാണ് പുന്നമടക്കായലിൽ ആളുകളെല്ലാം എത്തിയിരിക്കുന്നത്. അത് ഇത്തവണത്തെ മത്സരമൊന്നല്ല, എക്കാലവും അങ്ങനെ തന്നെയാണ്. ഈ വള്ളംകളിയുടെ പ്രത്യേകതയും അതുതന്നെയാണ്. ആളുകളെ സംബന്ധിച്ചോളം വലിയ ആവേശം. അല്പസമയത്തുള്ള ഹീറ്റ് മത്സരങ്ങൾ ആരംഭിക്കുന്നതാണ്. ആ മത്സരങ്ങളിലേക്ക് നമുക്ക് കടക്കാവുന്നതുമാണ്. ഇപ്പോൾ കാണുന്നത് അതിനുവേണ്ടിയുള്ള ലൈനപ്പിലേക്ക് ആളുകൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നടക്കുന്ന മത്സരക്രമം ഇങ്ങനെയാണ്. അതായത് ആദ്യം തുഴഞ്ഞെത്തുക തലവടി ചുണ്ടനാണ്. കൈനഗിരി വില്ലേജ് ബോട്ട് ക്ലബ്ബ് തുഴയുന്ന ക്യാപ്റ്റൻ ബിനു എച്ച് പുതുവേല കൈനഗിരി ആണ്. ആദ്യം തലവടി ചുണ്ടനാണ് എത്തുന്നത്. പിന്നീട് കരുവാറ്റ ശ്രീ വിനായകൻ എത്തുന്നു. അതിൽ KTBC ഫാൻസ് ക്ലബ്ബാണ് തുഴയുന്നത്. അത് ക്യാപ്റ്റൻ അനന്തു കാർത്തികനാണ് ക്യാപ്റ്റൻ. ആയാപ്പറമ്പ പാണ്ടി, പിന്നാലെ വിയപുരം ചുണ്ടൻ എന്ന ആദ്യ ഹീറ്റ്സ് മത്സരങ്ങൾ. അല്പസമയത്തുള്ളിൽ തന്നെ ഇതിൽ ആരാണ് ജലരാജാക്കന്മാരെ പോലെ പാഞ്ഞ് എത്തുന്നുള്ള കാര്യം നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ ഈ ചുണ്ടൻ വള്ളങ്ങളൊക്കെ തിരികെ സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് പോകുവാണ്. ഉദ്ഘാടന ചടങ്ങുകൾ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. അല്പസമയത്തിനുള്ളിൽ പുന്നമടക്കായലിനെ ഓളപ്പരപ്പുകളെ തീപിടിപ്പിക്കുന്ന ചുണ്ടൻ വള്ളങ്ങളുടെ മിന്നൽ വേഗത്തിൽ എത്തുന്ന മത്സരങ്ങൾക്ക് നമുക്ക് കാണാൻ സാധിക്കും. ഹീറ്റ് മത്സരങ്ങൾ ആരംഭിക്കും. ഇത്തവണയും മുൻ തവണ പോലെ തന്നെ വേഗത്തിലെത്തുന്ന 4 വള്ളങ്ങളായിരിക്കും, ചുണ്ടൻ വള്ളങ്ങളായിരിക്കും ഫൈനൽ മത്സരത്തിലേക്ക് യോഗ്യത നേടുക. അതുകൊണ്ട് തന്നെ ആദ്യ ഹീറ്റ് മത്സരങ്ങൾ മുതൽ തന്നെ അതിവേഗത്തിലെത്താൻ തന്നെയായിരിക്കും ഓരോ ചുണ്ടൻ വള്ളങ്ങളും ശ്രമിക്കുക. അത്തരത്തിലെ ക്രമീകരണങ്ങളായതുകൊണ്ട് തന്നെ ഇത്തവണയും ആ തരത്തിൽ തന്നെ വലിയ വേഗത്തിലെത്തണം. എങ്കിൽ മാത്രമേ ഫൈനലിൽ പ്രവേശിച്ച 72ാമത്തെ നെഹ്റു ട്രോഫിയിൽ മുത്തമിടാൻ സാധിക്കുകയുള്ളൂ. ഓരോ ചുണ്ടൻ വള്ളത്തിൻ്റെയും ലക്ഷ്യം മാസങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ എത്തുന്നത് നെഹ്റു ട്രോഫിയിൽ മുത്തമിടുവാൻ തന്നെയാണ്. അതാണ്
ഇതാണ് ഓരോ കുട്ടനാട്ടുകാരുടെയും വലിയ സ്വപ്നമാണ്. ആലപ്പുഴ, പത്തനംതിട്ട, കോട്ടയം ജില്ലകളായിട്ടുള്ള എല്ലാ ബോട്ട് ക്ലബ്ബുകളും ആഗ്രഹിക്കുന്നതും അതുതന്നെയാണ്. കേരളക്കരയുടെ ശ്രദ്ധ ഇന്ന് ആലപ്പുഴ പുന്നമടക്കായലിലേക്ക് എത്തിയിരിക്കുകയാണ്. ലോക ഭൂപടത്തിൽ, ടൂറിസം ഭൂപടത്തിൽ കേരളത്തെ അടയാളപ്പെടുത്തുകയാണ് ഈ നെഹ്റു ട്രോഫി മത്സരങ്ങൾ. രാവിലെ മുതൽ തന്നെ വെപ്പുവള്ളങ്ങളിലേക്ക് തന്നെ മത്സരം ആരംഭിച്ചിരിക്കുന്നു. ഏറ്റവും ആവേശം 100-ലധികം ആളുകൾ പങ്കെടുക്കുന്ന ചുണ്ടൻ വള്ളങ്ങളുടെ മത്സരങ്ങൾ തന്നെയാണ്. കാരണം നമുക്കറിയാം, ഒരുപക്ഷെ ഇത്രയധികം ആളുകൾ ഒരുമിച്ച് മത്സരത്തിൽ പങ്കെടുക്കുന്ന മറ്റൊരു മത്സര ഇനം ലോകത്ത് തന്നെ ഉണ്ടോ എന്ന സംശയമാണ്. എല്ലാ ആളുകളും ഒരു വട്ടം ഈ പുന്നമടക്കായലിലെത്തി നെഹ്റു ട്രോഫി ഒന്ന് വീക്ഷിച്ചു കഴിഞ്ഞാൽ പിന്നീട് എല്ലാ വർഷവും ഇവിടെ എത്തി ഈ മത്സരങ്ങൾ കാണുവാനും അതിലൊന്ന് ആർപ്പ് വിളിക്കുവാനും ഏതൊരു മലയാളിക്കും ഏതൊരു വള്ളംകളി പ്രേമിക്കും ആഗ്രഹിച്ചു പോകും. ലോകത്ത് എവിടെ നിന്ന് വന്നവരാളുകളും, അത് വിദേശത്തു നിന്നുള്ള ആളുകളായിക്കോട്ടെ, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകളായിക്കോട്ടെ, അവരൊക്കെ ഒരു തവണ ഈ വള്ളംകളി കാണുവാൻ വേണ്ടി പുന്നമടക്കായലിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവരെല്ലാം തന്നെ വള്ളംകളി പ്രേമികളായി മാറുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അങ്ങനെ നൂറുകണക്കിന് ആളുകളാണ്, ആയിരക്കണക്കിന് ആളുകൾ പുന്നമടക്കായലിൻ്റെ ഇരുകരകളായി തിങ്ങി നിൽക്കുന്ന കാഴ്ച. എല്ലാവരും ഉറ്റുനോക്കുന്നത് ചുണ്ടൻ വള്ളങ്ങളുടെ മത്സരം തന്നെ. തീപാറുന്ന മത്സരങ്ങൾ, ഫോട്ടോ ഫിനിഷിങ്ങുകളായിരിക്കാം ഒരുപക്ഷെ പല വള്ളങ്ങളും പലപ്പോഴും വിജയികളും നിശ്ചയിക്കുന്നത്. ഇത്തവണയും അത്ര വാശിയേറിയ മത്സരത്തിൽ തന്നെയായിരിക്കാം പുന്നമടക്കായൽ സാക്ഷിയാകുക എന്ന് തന്നെ പറഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ഈ കാണുന്ന ജനലക്ഷങ്ങളെല്ലാം തന്നെ കാത്തിരിക്കുന്ന മത്സരം ആരംഭിക്കാൻ തന്നെയാണ്. അതിനായുള്ള കാത്തിരിപ്പിലാണ് എല്ലാ ആളുകളും. നമുക്ക് കാണാൻ സാധിക്കും, വലിയ വാശിയുള്ള പോരാട്ടങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ്.